2025 അവസാന മാസം ഡിസംബറിലെത്തിയപ്പോൾ പണ്ട് എബേസ് പ്രാർത്ഥിച്ച പോലെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന ഇങ്ങനെയായിരുന്നു: കർത്താവെ, നഷ്ടപ്പെട്ടത് സകലതും മടക്കി ലഭിക്കുന്ന ഒരു വർഷമാക്കി, ശത്രു അപഹരിച്ചത് സകലതും തിരിച്ചു പിടിക്കുന്ന ഒരു വർഷമാക്കി 2026 തീർക്കണമെന്നുള്ളത് പ്രാർത്ഥിച്ചു. എന്നാൽ ആ പ്രാർത്ഥന ഞങ്ങൾ സ്വയം പ്രാർത്ഥിച്ചതല്ല, പരിശുദ്ധാത്മാവ് തുണനിന്ന് പ്രാർത്ഥിച്ചു എന്നുള്ളത് പിന്നീട് ഉള്ള ചില മെസ്സേജുകൾ കേട്ടപ്പോഴാണ് ഞങ്ങൾ അതിനെ ഉറപ്പിക്കുന്നത്. അത് നമ്മളെക്കാൾ ആവേശം, നമ്മളെക്കാൾ ആഗ്രഹം ദൈവത്തിനാണ് വിഷയത്തിലുള്ളതെന്ന് ചില മെസ്സേജുകൾ കേട്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. ആ മെസ്സേജുകൾ തുടരെ ചേർക്കുന്നു. നഷ്ടങ്ങൾ അധികമല്ല, നഷ്ടപ്പെട്ടത് പല മടങ്ങായി നിന്നിലേക്ക്, നിന്റെ വീട്ടിലേക്ക് തിരികെ തരുന്ന ദൈവം, നഷ്ടപ്പെട്ട വർഷങ്ങളെ തിരികെ തരുന്ന ദൈവം, നഷ്ടപ്പെട്ട വിദ്യാഭ്യാസങ്ങളെ തിരികെ നൽകുന്ന ദൈവം, നഷ്ടപ്പെട്ട വരുമാനങ്ങളെ തിരികെ നൽകുന്ന ദൈവം. യെസ് മക്കളെ, ദൈവത്തിന്റെ വചനം പറയുന്നു, 2-3 സാക്ഷികളുടെ വാമൊഴിയാൽ ഏതൊരു കാര്യം ഉറപ്പിക്കാം. അങ്ങനെയെങ്കിൽ ഒരാളിൽ നിന്നല്ല, പല പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇതേ ഒരു മെസ്സേജ് തന്നെ കേട്ടപ്പോൾ ഞങ്ങൾ അതിനെ അങ്ങോട്ട് ഉറപ്പിച്ചു. ദൈവം അതിനുവേണ്ടി യുദ്ധം ചെയ്യുവാൻ ഒരുങ്ങിക്കെട്ടിയിരിക്കുന്നു എന്നുള്ളത്. തകർക്കപ്പെട്ട പോയ എല്ലാം പണിത് ഉയർത്തപ്പെടുന്ന ഒരു വർഷം, നശിച്ചു പോയത് ഞാൻ വിചാരിച്ചതിനെയൊക്കെ കർത്താവ് വീണ്ടും ജീവിപ്പിക്കുന്ന ഒരു വർഷം. അല്ലെങ്കിൽ ഇതെല്ലാം പോയി, ഇനി ഒന്നും നടക്കത്തില്ല എന്ന് എൻ്റെ ഹൃദയം എന്നോട് പറയുമ്പോൾ, ഇല്ല, നിന്നെ ഞാൻ വീണ്ടും പണിത് ഉയർത്തും എന്ന് പറയുന്ന ഒരു വർഷം 2026 അങ്ങനെ ഒരു വർഷമാക്കി ഹാലലിയ കർത്താവ് മാറ്റാൻ പോകുന്നു. അതിനാധാരമായിട്ട് ദൈവം നൽകിയത് ആമോസിന്റെ പ്രവചന ഗ്രന്ഥം 9-ാം അധ്യായത്തിന് 11-ാം വാക്യം. എന്ന് പറയുന്നത് ശരിക്കും ദാവീദിന്റെ വീണുപോയ കൂടാരം ഞാൻ എഴുന്നേൽപ്പിക്കും, അതിൻ്റെ വിള്ളലുകളെ ഞാൻ അടയ്ക്കും, അതിൻ്റെ അവശിഷ്ടങ്ങളെ ഞാൻ ഉയർത്തും, പഴയ കാലത്തെന്ന പോലെ അതിനെ ഞാൻ പണിയും എന്ന് പറഞ്ഞാൽ കർത്താവ് റീബിൽഡ് ചെയ്ത് കഴിയുമ്പോൾ ശത്രുവിന് വീണ്ടും തകർക്കാൻ പറ്റത്തില്ല, ശത്രുവിന് വീണ്ടും ഒതുക്കാൻ പറ്റത്തില്ല. കാരണം ആ റീബിൽഡ് ചെയ്തതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുവാനും അതിനെ സംരക്ഷിക്കുവാനും കർത്താവ് അതിന് ചുറ്റും തൻ്റെ ആത്മാവിൻ്റെ അഗ്നിയാൽ ഒരു മതിൽ കെട്ടും. ഹല്ലേലൂയ. ദൈവിക ദൂതന്മാർ ഒരു മതിൽ കെട്ടി താൻ റീബിൽഡ് ചെയ്തതിനെയും സംരക്ഷിക്കുവാൻ കർത്താവ് വിശ്വസ്തനാണ്. ചിലപ്പോൾ നിങ്ങൾ ഒരു സാമ്പത്തിക മേഖലയ്ക്കകത്തായിരിക്കാം തകർക്കപ്പെട്ട ഒരു വ്യക്തി. ഒന്ന് പറഞ്ഞ്, എൻ്റെ യേശു ഈ വർഷം 2026 എൻ്റെ സാമ്പത്തിക മേഖലകളെ റീബിൽഡ് ചെയ്യാൻ പോകുന്ന ഒരു വർഷമാണ്. എൻ്റെ സാമ്പത്തിക മേഖലകളെ റീപൊസിഷൻ ചെയ്യാൻ പോകുന്ന ഒരു വർഷമാണ്. ചിലപ്പോൾ നിങ്ങളുടെ മിനിസ്ട്രി, നിങ്ങളുടെ ശുശ്രൂഷകൾ, നിങ്ങളുടെ കൃപാവരങ്ങൾ ഒക്കെ ആയിരിക്കാം തകർക്കപ്പെട്ട ഒരു അവസ്ഥയിൽ കിടക്കുന്നത്. ഒന്ന് പറഞ്ഞ, എൻ്റെ യേശു കർത്താവ് എൻ്റെ കൃപാവരങ്ങളെ റീബിൽഡ് ചെയ്യാൻ പോകുന്ന വർഷമാണ്. എനിക്ക് വളരെ കൃത്യമായിട്ടുള്ള ഡയറക്ഷനുകൾ നൽകാൻ പോകുന്ന വർഷമാണ് 2026. ചിലപ്പോൾ നമ്മുടെ ബന്ധങ്ങൾക്കകത്തായിരിക്കാം തകർച്ചകൾ. എൻ്റെ യേശു എന്നെ ബന്ധത്തിനകത്ത്, എൻ്റെ റിലേഷൻഷിപ്പിൻ്റെ മേഖലയ്ക്കകത്ത് എന്നെ റീബിൽഡ് ചെയ്യാൻ പോകുന്ന വർഷമാണ്. നിനക്ക് നഷ്ടപ്പെട്ടത് എന്താണെങ്കിൽ അത് പണമായിരിക്കാം, നിന്റെ റെപ്യൂട്ടേഷൻ ആയിരിക്കാം, വരുമാനമായിരിക്കാം, നിന്റെ ബുദ്ധിയായിരിക്കാം, നിന്റെ ഭൗതികമായിരിക്കാം, അതിന് പിന്നെ നിന്റെ ആത്മീയമായിരിക്കാം. പക്ഷെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൽ ഞാൻ കാണുന്നു, വലയിൽ കയറുന്നത് നിന്റെ വലയിൽ കയറിയിരിക്കും, ചൂണ്ടലിൽ കൊത്തേണ്ടത് നിന്റെ ചൂണ്ടലിൽ കൊത്തിയിരിക്കുക. വഴുതി പോകുവാൻ ഇനി അവൻ സമ്മതിക്കത്തില്ല. നഷ്ടപ്പെട്ടത് അവൻ നിനക്ക് തിരികെ നൽകുന്നു. കുറച്ച് മെസ്സേജുകൾ കേട്ടത് കൊണ്ടെല്ലാം സാധ്യമായി ആരും കരുതരുത് കേട്ടോ. നമ്മുടെ ഭാഗത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, പരിശുദ്ധം ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ നന്നായി മനസ്സിലാക്കിയിരിക്കണം. അഗ്നിമയമായ ചിറകുകളുള്ള പരിശുദ്ധാത്മാവ് എൻ്റെ മേലും നിങ്ങളുടെ മേലും ഇറങ്ങി വരാൻ പോകുന്ന ഒരു വർഷമാണ് ശരിക്കും 2026. A divine partnership is going to come. എൻ്റെ കൂടെ ഒരു ഫ്രണ്ടായിട്ട് അഗ്നിച്ചിറകുകളുള്ള പരിശുദ്ധാത്മാവ് എൻ്റെ കൂടെ സഞ്ചരിക്കുവാൻ പോകുന്നു, എന്നെ തിരുത്തുവാൻ പോകുന്നു, എന്നെ നടത്തുവാൻ പോകുന്നു, എന്നെ വഴി നടത്തുവാൻ പോകുന്നു, എന്നെ ശക്തിപ്പെടുത്തുവാൻ പോകുന്നു, എൻ്റെ ജീവിതത്തെ ക്രമീകരിക്കും പോകുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാനുഷിക ജ്ഞാനം കൊണ്ടല്ല നമ്മൾ ഈ നടക്കാൻ പോകുന്നത്. ഇനി നമ്മുടെ ജീവിതത്തിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന കഠിനമായ സ്ട്രോങ് ഹോൾഡുകൾ, വളരെ സ്ട്രോങ് ആയിട്ടുള്ള പല സ്ട്രോങ് ഹോൾഡുകൾ, അതിനെ നശിപ്പിക്കുന്ന സ്പെഷ്യൽ വെപ്പണുകൾ, സ്പെഷ്യൽ ആയുധങ്ങൾ ഈ 2026 കർത്താവ് നമുക്ക് നൽകാൻ പോകുന്നു. അപ്പോൾ അതിനാധാരമായിട്ട് ഞാനൊരു ദർശനം കാണാനിടയായി. ആ ദർശനത്തിൽ ഞാൻ ഒരു വഴിയിലൂടെ നടക്കുകയാണ്. പെട്ടെന്ന് എൻ്റെ വഴി തടസ്സപ്പെടുത്തിക്കൊണ്ട് ഒരു വലിയ പാറ, ഒരു ബിഗ് സ്റ്റോൺ, അല്ലെങ്കിൽ അതിൻ്റെ മുമ്പിൽ റോഡിൽ ഉള്ളത് ഞാൻ കണ്ടു. അപ്പോൾ ആ പാറയെ തകർക്കാൻ പറ്റാതെ, അല്ലെങ്കിൽ ആ പാറയെ ബ്രേക്ക് ചെയ്യാതെ എനിക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കാത്ത ഒരവസ്ഥയായിരുന്നു. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ആ ദർശനത്തിൽ കടന്നു വരികയും എൻ്റെ കയ്യിലൊരു ചെറിയ ചുറ്റിക, ഒരു ഹാമർ നൽകി. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഈ പാറയെ നീ തകർക്കുക എന്ന് ആ ദർശനത്തിൽ കർത്താവിനോട് പറഞ്ഞു. അപ്പോൾ ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവ്, ഇത്ര ചെറിയ ഒരു ചുറ്റിക കൊണ്ട് ഇത്ര വലിയ ഒരു പാറയെ എങ്ങനെയാണ് തകർക്കാൻ സാധിക്കുന്നത്? ഒരു ചെറിയ ഒരു ഇഷ്ടികയെ പോലും നമുക്ക് ഈ ചെറിയ ഹാമർ കൊണ്ട് തകർക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ചെറിയൊരു ഹാമർ കൊണ്ട് എങ്ങനെയാണ് ഇത്ര വലിയൊരു പാറയെ തകർക്കാൻ സാധിക്കുന്നത്? അപ്പോൾ കർത്താവിനോട് പറഞ്ഞു, നീ അനുസരിക്കുക മാത്രം ചെയ്യുക, ജസ്റ്റ് ഒബേ. ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ആ ചെറിയ ചുറ്റിക ഉപയോഗിച്ച് ആ വലിയ പാറയുടെ മേൽ അടിച്ചു. ഉടൻ തന്നെ ആ പാറ രണ്ടായിട്ട് പിളർന്നു, എൻ്റെ മുമ്പിൽ ഒരു പുതിയ വഴി തുറക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, ദൈവികമായ ഒരു റീബിൽഡിങ്, ഒരു പുനർനിർമ്മാണം, ദൈവികമായ ഒരു പുനഃക്രമീകരണം, ഒരു ഡിവൈൻ റിക്രൂട്ട്മെൻറ്റ്. യേശു കർത്താവ് ഈ സിൽവർ കളറിലുള്ള, വെള്ളിയുടെ നിറത്തിലുള്ള ഒരു വലിയ ചങ്ങലയുമായി സ്വർഗത്തിൽ നിറഞ്ഞു വരുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ കർത്താവിനോട് ചോദിച്ചു, എന്താണ് ശരിക്കും ഈ വെള്ളിയുടെ കളറിലോ സിൽവർ കളറിലുള്ള ചെയിൻ, അതിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ കർത്താവ് സംസാരിച്ചതാണ്, ശരിക്കും എൻ്റെ മക്കളെ പീഡിപ്പിക്കുന്ന കഠിനരായ
ഭയങ്കര സ്റ്റബോണായ ശക്തന്മാരായ ചില സ്പിരിച്വൽ തലത്തിൽ ഹയർ ലെവലിലുള്ള ചില ദുരാത്മാക്കളെ അത് ഈ മനുഷ്യന്റെ തലത്തിൽ ആർക്കും ബന്ധിക്കാൻ സാധിക്കത്തില്ല. വർഷങ്ങളായിട്ടുള്ള ഞങ്ങളുടെ ചില പ്രാർത്ഥനയായിരുന്നു ഇത്. എന്ന് പറഞ്ഞാൽ ചില പൈശാചിക ശക്തികളെ നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും, എത്ര ഉപവസിച്ചാലും, എത്ര വചനം പറഞ്ഞാലും, എത്ര സമർപ്പിച്ചാലും ശരി, ചില അന്ധകാര ശക്തികളെ നമുക്ക് ബന്ധിക്കുവാൻ കഴിയുകയില്ല. ഒരുപക്ഷെ നമ്മളെക്കാൾ ഹയർ റാങ്കിങ്ങിൽ നിൽക്കുന്നത് കൊണ്ടായിരിക്കാം. എന്നാലും ദൈവത്തിൻ്റെ വചനത്തിൽ വെളിപ്പാട് പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, സ്വർഗം തുറന്ന് സ്വർഗത്തിൽ നിന്നൊരു വലിയ ദൂതൻ ഇറങ്ങുന്നത് കണ്ടു, അവൻ്റെ കയ്യിൽ വലിയൊരു ചങ്ങല ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞുള്ള വചനം വായിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ ഈ വചനമൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്. വെളിപ്പാട് പുസ്തകം വായിക്കരുത്, അത് വരാനുള്ള കാലത്തിലേക്കുള്ളതാണ്, അത് നമുക്ക് ഈ കാലത്തിലുള്ള എന്നൊക്കെ പറഞ്ഞുള്ള പോഷത്വകരമായ പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിലും പ്രാർത്ഥിക്കുമ്പോൾ വായിലൂടെ കയറിയിറങ്ങുന്ന വചനങ്ങളൊക്കെ ഇങ്ങനെ ഉരുവിട്ട് പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോഴാണ്, അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പ്രസംഗം കേട്ടത്. ഇദ്ദേഹം കണ്ട ആ ദർശനം അത് ആ വചനപ്രകാരം തന്നെ ഉള്ളതായിരുന്നു. അങ്ങനെയെങ്കിൽ ദൈവം ഈ കാലത്ത് 2026 ഈ വർഷം ചെയ്യുമെന്നുള്ളത് ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അതുകൊണ്ട് തീർന്നിട്ടില്ല, ഇനിയുമുണ്ട്. രണ്ടാമത്തെ പ്രവചന സന്ദേശം എന്ന് പറയുന്നത്, ഈ ഭൂമിയിൽ ആർക്കും ബന്ധിക്കാൻ കഴിയാത്ത, മനുഷ്യന്റെ തലങ്ങളിൽ കെട്ടാൻ കഴിയാത്ത ചില പൈശാചിക ദുരാത്മാക്കളെ, ചില പ്രിൻസിപ്പാലിറ്റികളെ, ചില റൂളേഴ്സ് ഓഫ് ഡാർക്ക്നെസ്സിനെ യേശു കർത്താവ് തന്നെ നേരിട്ട് തന്റെ ചങ്ങല കൊണ്ട് ബന്ധിച്ച് ബഹിഷ്കരിച്ച് നിങ്ങളെ ഫ്രീഡത്തിലേക്ക് നടത്താൻ പോകുന്നു. ഇനി മൂന്നാമത്തെ സന്ദേശം എന്ന് പറയുന്നത്, അഗ്നിമയമായ പ്രാവുകൾ, അഗ്നിമയമായ പ്രാവ്, പരിശുദ്ധാത്മാവ് അഗ്നിയുടെ രൂപേണ, അഗ്നിമയമായ പ്രാവിന്റെ രൂപേണ നമ്മളുമായിട്ട് പാർട്ട്ണർഷിപ്പ് ചെയ്ത് നമ്മുടെ കൂടെ നടന്ന് നമ്മളെ തിരുത്തുകയും നമ്മളെ വഴി നടത്തുകയും ചെയ്യാൻ പോകുന്ന ഒരു വർഷത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ an eagle's eye impartation will be given to us. ഇനി നാലാമത്തെ പ്രവചന സന്ദേശം എന്ന് പറയുന്നത്, ശക്തമായ കോട്ടകളെ ബ്രേക്ക് ചെയ്യുന്ന സവിശേഷമായ പല ആത്മീയ ആയുധങ്ങളും സ്പെഷ്യൽ വെപ്പണുകളും കർത്താവ് നമുക്ക് നൽകാൻ പോകുന്നു. ഒന്നുകിൽ ദൈവം നമ്മളെ അഭിഷേകം ചെയ്ത് മല്ലന് നേരെ പോരാടാനുള്ള ദൈവകൃപ നമ്മൾ വർദ്ധിപ്പിച്ചു തരും. ഇല്ല എങ്കിൽ സാക്ഷാൽ ദൈവം തന്നെ ഇറങ്ങി വന്ന് നമ്മുടെ മല്ലന്മാർക്ക് നേരെ, അല്ലെങ്കിൽ പൈശാചിക ശക്തികൾ നേരെ പൊരുതി നമുക്ക് ജയം കൽപ്പിക്കുന്ന വർഷമായിരിക്കും 2026 എന്നുള്ളത് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾക്കും അത് വിശ്വസിക്കാം. എല്ലാ എൻട്രി പോയിന്റുകളിലും എല്ലാ പട്ടണങ്ങളിലും സ്തോത്രം മല്ലന്മാർ പാർത്തിരുന്നു. അപ്പോൾ സ്വർഗത്തിന്റെ ദൈവം പറഞ്ഞു, ചേട്ടാ ഈ മല്ലൻ ഇങ്ങനെ തുടരാൻ പറ്റത്തില്ലല്ലോ, ഇതിന് ഒരു ഫുൾ സ്റ്റോപ്പ് ഇടണമല്ലോ. ഞാൻ അബ്രഹാമിനോട് വാഗ്ദത്തം പറഞ്ഞതാണ്, മോശ ദൂരെ നിന്ന് കണ്ടതാണ്, സ്തോത്രം, അതെ ഇതിനൊരു ഫുൾ സ്റ്റോപ്പ് ഇടണമല്ലോ. അതുകൊണ്ട് ദൈവം ഒരു ഇടയ ചെറുക്കനെ ദൈവം ട്രെയിൻ ചെയ്തു. അമാലേക്കൻ പിന്നിലൂടെ അറ്റാക്ക് ചെയ്യുന്ന അമാലേക്കൻ സിക്ലാഗിൽ വന്ന് ദാവീദിന്റെ ഭാര്യമാരെയും മക്കളെയും പിടിച്ചിട്ട് പോയി. സ്തോത്രം, അതെ ദാവീദിന്റെ ഭാര്യമാരെയും മക്കളെയും പിടിച്ചിട്ട് പോയി മുഴുവൻ തീ വെച്ച് എരിച്ചു കളഞ്ഞ് ദാവീദ് വലിയ കഷ്ടത്തിലായി. ബൈബിൾ പറയുന്നു 1 ശമൂവേൽ 30 ദാവീദ് വലിയ കഷ്ടത്തിലായി. കാരണം ഉള്ളതെല്ലാം പോയി. അത് പറയുന്നു, എൻ്റെ സ്റ്റോറിയാണ്. കോവിഡ് വന്നു, ഉള്ളതെല്ലാം പോയി. ഗൾഫിൽ നിന്ന് മടങ്ങി വന്നു, ഉള്ളതെല്ലാം പോയി. എഡ്യൂക്കേഷൻ പോയി, നന്മകൾ പോയി, എല്ലാം പോയി, പണം പോയി, റെപ്യൂട്ടേഷൻ പോയി. പക്ഷേ ഈ വിശുദ്ധ പുസ്തകം പോയി പോയി എന്ന് പറയുന്ന പുസ്തകമല്ല, പോയതിന് പല മടങ്ങായി തിരിച്ചു തരും എന്ന് പറയുന്ന പുസ്തകമാണ്. കാരണം യവനെ വിളിച്ചത് യവരാരുമല്ല, യവനെ അപ്പോയിന്റ് ചെയ്തത് യവരാരുമല്ല. ഞാൻ നിന്നെ നോക്കി പറയട്ടെ, നിന്നെ വിളിച്ചത്, നിന്നെ അപ്പോയിന്റ് ചെയ്തത് മനുഷ്യനല്ല. മനുഷ്യൻ വോട്ടിട്ടല്ല നീ ഇവിടെ വന്നത്, മനുഷ്യനല്ല. ലോക സ്ഥാപനത്തിന് മുൻപേ സ്വർഗത്തിലെ ദൈവം നിന്നെ തെരഞ്ഞെടുത്തുവെങ്കിൽ, നീ ഡിസ്കറേജ് ആകുമ്പോൾ, സാഹചര്യങ്ങൾ പ്രതികൂലമാകുമ്പോൾ, എല്ലാവരും എതിരാകുമ്പോൾ, കൂടെ നിൽക്കുന്നവർ കാര് വാരുമ്പോൾ, കൂടെ നിൽക്കുന്നവർ നിനക്കെതിരെ പാര പറിക്കുമ്പോൾ, കൂടെ നിൽക്കുന്നവർ പൊളിറ്റിക്സ് കളിക്കുമ്പോൾ, കൂടെ നിൽക്കുന്നവർ യൂതയ്ക്ക് തത്തുല്യമായി തള്ളി പറയുമ്പോൾ, ഇന്ന് പകൽക്കാലം അമ്മാമ്മയുടെ മൊന്തായം നോക്കി, ആ ചാച്ചന്റെ മുഖം നോക്കി നീ ഡിസ്കറേജ് ആകല്ല. നിന്റെ സോഴ്സ് സൂര്യനല്ല, സൂര്യനെ നിർമ്മിച്ച നീതി സൂര്യനാണ്. അവനെ എൻകറേജ് ചെയ്യാൻ ഒരു പാതിരിയും വന്നില്ല, ഒരു പാസ്റ്റർ വന്നില്ല. അയ്യോ, ഒരു ദൈവദാസൻ വന്നിരുന്നെങ്കിൽ, ഒരു ദൂത് പറയുന്ന ഒരു പുള്ളി വന്നിരുന്നെങ്കിൽ, ഒരു പ്രവചനം പറയുന്ന ആരെങ്കിലും വന്നിരിക്കില്ല. വരത്തില്ല കുട്ടി, നീ ഒറ്റയ്ക്ക് കിടന്ന് പിടയുമ്പോൾ, നീ ഒറ്റയ്ക്ക് കിടന്ന് കരയുമ്പോൾ, നീ ഒറ്റക്കാകുമ്പോൾ, തീയിലൂടെ വെള്ളത്തിലൂടെ വരുമ്പോൾ, അപ്രത്യം ഇപ്രത്യം ദൈവദാസന്മാരെ പലപ്പോഴും വരത്തില്ല. നിന്റെ റൂമിൽ ഇറങ്ങി നിൽക്കുന്ന യഹോവ ഷമായുണ്ട്, നിന്റെ കൂടെ ഇറങ്ങി നിൽക്കുന്ന ഇമ്മാനുവേൽ ഉണ്ട്. സ്പിരിറ്റുകൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. അയ്യോ, എനിക്കെല്ലാം നഷ്ടപ്പെട്ടു, അയ്യോ എല്ലാം ചാരമായി പോയി, എല്ലാവരും എന്നിൽ നിന്ന് മാറിപ്പോയി, ഞാൻ ഒറ്റപ്പെട്ടു, എനിക്ക് മാത്രം ഈ ദുർവിധി, ഞാൻ മാത്രം ഉടക്കപ്പെട്ടു, ഞാൻ മാത്രം തകർക്കപ്പെട്ടു എന്നൊരിക്കലും സെൽഫിറ്റി പറയല്ല. ഞാൻ മാത്രം ഇങ്ങനെയെന്ന് പറഞ്ഞ് നിന്റെ വിരലും കടിച്ച് ഇരിക്കല്ല. പകരം ജീസസിനെ ഞാൻ ഇന്ന് രാത്രി പ്രവചിച്ചു പറയട്ടെ, ദൈവം അറിഞ്ഞിട്ടാണ് നിന്റെ ജീവിതത്തിലെ മുറിവുകൾ വന്നത്, ദൈവം അറിഞ്ഞിട്ടാണ് ഒറ്റപ്പെട്ട അവസ്ഥ വന്നത്, ദൈവം അറിഞ്ഞിട്ടും അനുവദിച്ചിട്ടും അത് വന്നു എങ്കിൽ, നിനക്ക് പ്രശ്നമുണ്ടെങ്കിൽ ദൈവത്തിന്റെ പരിഹാരമുണ്ട്. നിനക്ക് ചിലപ്പോൾ വേദന തോന്നിക്കാണും, ചിലപ്പോൾ നീ കരുതി കാണും, ചിലപ്പോൾ നീ തകർന്നു കാണും, ചിലപ്പോൾ നീ അവഹേളിക്കപ്പെട്ട് കാണും, ചിലപ്പോൾ നീ കുറ്റവാളിയായി മറ്റുള്ള മുമ്പിൽ വായ പൂട്ടി മിണ്ടാതിരിക്കേണ്ട അവസ്ഥ വന്നു കാണും. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് എന്നെ പറഞ്ഞത് നിന്നോട് പ്രവചിക്കാനാണ്. അടുത്ത ലെവലിലേക്ക് നീ കയറാൻ നേരമായി. പാട്ടിന്റെ ടോൺ മാറാൻ പോകുന്നു, നിന്റെ അനുഭാഷ മാറാൻ പോകുന്നു, നിന്റെ ആരാധനയുടെ ഋതം മാറാൻ പോകുന്നു, നിന്റെ ദർശനത്തിന്റെ ആഴം വർദ്ധിക്കാൻ പോകുന്നു, നിന്റെ പ്രോഫസിയുടെ ആക്യുറസി വർദ്ധിപ്പാൻ പോകുന്നു. ഇതുവരെ നീ ചെയ്തതിനേക്കാൾ വലുത് നീ ചെയ്യാൻ വേണ്ടി പോകുന്നു. ഇതുവരെ നീ അനുഭവിച്ചതിനേക്കാൾ ഏറ്റവും വലിയ ആത്മസാന്നിധ്യം, 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 ആത്മസാന്നിധ്യം. സാത്താന്റെ ഗോഡൌണിലേക്ക്
ഇന്ന് രാത്രി ദൈവത്തിന്റെ ജനം മാർച്ച് ചെയ്യാൻ പോകുകയാണ്. ദൈവത്തിന്റെ സൈന്യം ഈ രാത്രി ശത്രുവിന്റെ പാളയത്തിലേക്ക് മാർച്ച് ചെയ്യാൻ പോകുന്നു. എന്തിനു വേണ്ടി? നിന്നിൽ നിന്ന്, നിന്റെ തലമുറയിൽ നിന്ന്, നിന്റെ ഭൗതിക ആത്മീയ നന്മകളിൽ നിന്ന് സാത്താൻ മോഷ്ടിച്ചു കൊണ്ടുപോയത് മുഴുവൻ യേശുവിന്റെ നാമത്തിൽ തിരികെ പിടിക്കാൻ. ശത്രുവിന്റെ ആയുധപുരകളെ തീ വെച്ച് എരിക്കുവാൻ, അവന്റെ സ്റ്റോർ ഹൗസിനെ കാലിയാക്കാൻ, ദുഷ്ടന്റെ സ്റ്റോർ ഹൗസിനെ കാലിയാക്കാൻ മന്ത്രവാദ കെട്ടുകൾ എരിയട്ടെ, ആ വിചാര കെട്ടുകൾ അടിയട്ടെ, ദുഷ്ടമുഖങ്ങൾ തകരട്ടെ, സൈത്തനിസത്തിന്റെ ശക്തികൾ തകരട്ടെ, എല്ലാ ഗൂഢാലോചനകൾ എരിയട്ടെ, ദുഷ്ടന്റെ പദ്ധതികൾ പാഴാകട്ടെ. ഞാൻ പിന്തുടരാൻ പോവാ, ഞാൻ പിന്തുടരാൻ പോവാ, ഞാൻ പിന്തുടരാൻ പോവാ. നീ അതിനെ വീണ്ടുകൊള്ളു. ഇയ്യോബ് ഇരട്ടിയായി വീണ്ടുകൊണ്ടു. സക്കായി പറയുന്നു 4 മടങ്ങ്. അടുത്ത 365 ദിവസത്തിനുള്ളിൽ സാത്താൻ മോഷ്ടിച്ചത് യേശുവിന്റെ നാമത്തിൽ 7 മടങ്ങായി. ആരെങ്കിലും എന്നോട് കൂടെ ഉണ്ടോ? 7 മടങ്ങായി, 7 മടങ്ങായി. മന്ത്രങ്ങളെ പൊട്ടിച്ച്, തന്ത്രങ്ങളെ തകർത്ത്, ഊടു ശക്തികളെ ശാസിച്ച്, ആഫ്രിക്കൻ മണ്ണിൽ നിന്ന് നിലക്കെതിരെ എഴുതിവിട്ട അസ്ത്രങ്ങളെ തകർത്ത്, നോർത്ത് ഇന്ത്യ, സൗത്ത് ഇന്ത്യയിൽ നിന്ന് എഴുതിവിട്ടതായ ദുരാത്മ മണ്ഡലങ്ങളെ തരംഗം 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 ആ ശത്രുവിന്റെ അഗ്നി അസ്ത്രങ്ങളെ തകർക്കുക. താൻ പറയുന്നു, sevenfold restoration. നിങ്ങൾ ഇതുവരെയും ഇങ്ങനെ ഒരു തീരുമാനമെടുത്തില്ല എങ്കിൽ ഇന്ന് ശപഥം ചെയ്ത് തീരുമാനമെടുക്കുന്ന ഒരു ദിവസമായിരിക്കട്ടെ. 365 ദിവസം എക്സാക്ട്ലി തീർന്നു കഴിയുമ്പോൾ നമ്മുടെ കയ്യിലൊരു സാക്ഷ്യം ഉണ്ടായിരിക്കണം. അത് നഷ്ടപ്പെട്ടത് സകലവും ഞാൻ തിരിച്ചു പിടിച്ചു. അത് എന്തു തന്നെയായാലും നമ്മൾ തിരിച്ചു പിടിക്കുന്ന ഒരു വർഷമാക്കി തീർക്കാൻ ദൈവത്തിന് മനസ്സുണ്ട്. നിങ്ങൾക്കും മനസ്സ് വെച്ച് ആഗ്രഹിക്കാം. എന്നാൽ തീരുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം കൂടെ പറയുവാൻ ആഗ്രഹിക്കുന്നു. സാധാരണ ന്യൂ ഇയർ സർവീസൊക്കെ കേൾക്കുമ്പോൾ എപ്പോഴും നമ്മൾ നമുക്ക് അനുഗ്രഹമായ, നമ്മളെ സന്തോഷിപ്പിക്കുന്ന, അല്ലെങ്കിൽ നല്ല ഭാവി പറയുന്ന ഒക്കെ പ്രോമിസ് വേർഡ്സാണ് നമുക്കെപ്പോഴും ഇഷ്ടമുള്ളത്. അങ്ങനെയുള്ള വചനങ്ങൾ കേൾക്കാൻ, മെസ്സേജുകൾ കേൾക്കാനാണ് നമ്മളെപ്പോഴും താല്പര്യപ്പെടുന്നത്. എന്നാൽ അതിനേക്കാളൊക്കെ വ്യത്യസ്തമായിട്ട് മറ്റൊരു മെസ്സേജ് ഞാൻ കേട്ടു. സാധാരണയായിട്ട് യേശുവിൻ്റെ മടങ്ങി വരവിനെക്കുറിച്ച് ആരും ന്യൂ ഇയർ മെസ്സേജായിട്ട് പറയാറില്ല. എന്നാൽ അങ്ങനെ ഒരു മെസ്സേജ് കേട്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു അനുഭൂതി തോന്നി. അത് നിങ്ങളോടും പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. മറ്റാരുമല്ല, പാസ്റ്റർ ജോൺസൺ ഫ്രം ബദേൽ ചർച്ച്, ബാംഗ്ലൂരിൽ നിന്ന് പാസ്റ്റർ എം എ വർഗീസിൻ്റെ മകൻ പ്രസംഗിച്ച ആ ചെറിയൊരു പാട്ട് സാധാരണ സിമ്പിൾ ഇംഗ്ലീഷാണ്, എല്ലാവർക്കും മനസ്സിലാകും. നമുക്കൊന്ന് കേൾക്കാം. Every promise happened that the first time Jesus would come. Actually, prophecies were crazy. Fulfillment of those prophecies are close to impossible. Why? Because he had to be born of a virgin. He had to die on the cross, be buried. On the 3rd day after funeral, he has to come out. Very difficult for these things to happen. But it happened. But it happened. There's only one pending prophecy now. And that is, he's going to come back. He's going to come back. He's going to come back. Guys, if he kept the difficult promise of coming first time, which was very difficult, if that was fulfilled, the second promise is easy. It's going to happen very soon. The Lord is going to come. Go ahead, give him a big hand of welcome. യേശുവിൻ്റെ മടങ്ങിവരവിനെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ഒരു ന്യൂ ഇയർ മെസ്സേജ് എനിക്കൊത്തിരി സന്തോഷം തോന്നിയത്. എന്നാൽ ആ സന്തോഷത്തിൽ ആരും പിശാചിന് നേരെ യുദ്ധം ചെയ്യുന്നത് മറന്നു പോകരുത് കേട്ടോ. ആ കിട്ടിയിരിക്കുന്ന സ്പിരിറ്റ് വിട്ടുകളയരുത്. 365 ദിവസം നമ്മളെ തന്നെ ധൈര്യപ്പെടുത്തി, നമ്മളെ തന്നെ ഉണർത്തി പിശാചിന് നേരെ യുദ്ധം ചെയ്യുവാൻ ദൈവമേക്കർ നമ്മളേവരെയും സഹായിക്കട്ടെ. വി വിഷ് യു എ ബ്ലെസ്ഡ് ഹാപ്പി ന്യൂ ഇയർ. പിന്തുടരുക, 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 പിന്തുടരുക. നീ അത് തിരികെ പിടിക്കാം. ഘോരനായ ശത്രു ചിതറിയിടുന്നു, ദുഷ്ടമൂക പുഷ്ടിയ തകർന്നിടുന്നു. ഭക്തന്മാർക്ക് വിടുതലും ഭ്രഷ്ടന്മാർക്ക് രക്ഷയും സുവിശേഷഗാനം മുഴക്കിയിടുന്നു. ഭക്തന്മാർക്ക് വിടുതലും ഭ്രഷ്ടന്മാർക്ക് രക്ഷയും സുവിശേഷഗാനം മുഴക്കിയിടുന്നു. തീ വീഴുന്നു,